കിഴക്കൻ യൂറോപ്പിലെ ഒരു വലിയ രാജ്യമാണ് യുക്രൈൻ. 1991 യുക്രൈൻ സ്വതന്ത്ര റിപ്പബ്ലിക്കായത്. അതുവരെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു യുക്രൈൻ. റഷ്യ, പോളണ്ട്, ബെലാറസ്, ഹംഗറി, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലുള്ള ഈ കരിങ്കടൽ തീരം രാഷ്ട്രം 9ാം ശതകത്തിൽ കീവൻ റഷ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നാടോടിക്കൂട്ടങ്ങളായിരുന്നു അക്കാലത്തെ കീവൻ റഷ്യക്കാർ. വലിപ്പമുള്ള രാജ്യമായിരുന്നതുകൊണ്ട് തന്നെ നിരവധി ഗോത്ര നേതാക്കൾ അവകാശം സ്ഥാപിച്ച് അവരുടെ ഭരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു യുക്രൈനിൽ. കൂട്ടത്തിൽ സമ്പന്നമായ മേഖലകൾ കൈയടക്കാൻ അതിർത്തി രാജ്യങ്ങൾ തയ്യാറായതോടെ ഇതും യൂറോപ്പിലെ സ്ഥിരം സംഘർഷ മേഖലയായി മാറുകയും ചെയ്തു. പോളണ്ടിനെ അനുസ്മരിക്കും വിധം കാർഷിക മേഖലയിൽ അക്കാലത്ത് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് യുക്രൈനായിരുന്നു. അധ്വാനശീലരായിരുന്നു അന്നത്തെ ജനത. 1917 റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് ചേരിയിലേക്ക് ക്ഷണമുണ്ടായെങ്കിലും 1922 അവർ സോവിയറ്റ് യൂണിയന്റെ അംഗീകൃത ഭാഗമായത്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം 1991 വീണ്ടും സ്വതന്ത്ര രാഷ്ട്രമായി മാറി. എന്നിട്ടും റഷ്യൻ ചായ്വ് പ്രകടിപ്പിച്ചിരുന്ന അവർ 2005 ഓറഞ്ച് വിപ്ലവത്തെ തുടർന്ന് അമേരിക്കൻ ചേരിയിലേക്ക് കൂറുമാറുകയായിരുന്നു. ധാതുസമ്പന്നമായ ഒരു മേഖലയാണ് യുക്രൈൻ. 72ലധികം ധാതുക്കൾ ഈ റിപ്പബ്ലിക്കിൽ നിന്നും ഖനനം ചെയ്യപ്പെടുന്നതായി കണക്കാക്കപ്പെടുന്നുണ്ട്. കർഷ്, ബെലോസിയോർക്ക്, ക്രിമെൻഷ്യുക്, ഷാഡനെഫ് എന്നിവിടങ്ങളിൽ മൊത്തം 1940 കോടി ടൺ ഇരുമ്പയ്യ നിക്ഷേപം ഉള്ളതായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. അമേരിക്കയുടെ കണ്ണിപ്പോൾ അവിടേക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമൃദ്ധമായ മാംഗനീസ് നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളതും യുക്രൈനിൽ തന്നെയാണ്. ഡൊണക്സ്, നീപ്പർ എന്നീ നദീതടങ്ങളിൽ കനത്ത കൽക്കരി നിക്ഷേപങ്ങളും ഉള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഡൊണക്സ് നദീതടത്തിൽ മാത്രം 3900 കോടി ടൺ മുന്തിയ ഇനം കൽക്കരി കണ്ടെത്തുകയും ചെയ്തു. നിപ്പർ നദീതടത്തിൽ 600 കോടി ടൺ നിക്ഷേപങ്ങളുണ്ട്. താരതമ്യേന കുറഞ്ഞ ഇനം കൽക്കരിയാണിത്. എണ്ണയുടെ കാര്യത്തിലും യുക്രൈൻ വളരെയധികം സമ്പന്നമാണ്. സിർ കർപ്പേത്തത്തിലെ നിപ്പർ കൊണേറ്റഡ്, ക്രീമിയ എന്നീ 3 മേഖലകളുണ്ട്. 100ലേറെ എണ്ണ ഖനികളുണ്ട് അവിടെ. ടൈറ്റാനിയം, അലൂമിനിയം, നെഫേലൈറ്റ്, മെർക്കുറി, അലൂനൈറ്റ്, പാരാഫിൻ, വാക്സ്, പൊട്ടാസ്യം, കല്ലുപ്പ്, ഗന്ധകം, ഫോസ്ഫറസ് എന്നീ ധാരാളം ധാതുക്കളും അവിടെ കാണപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ വളരെ സമ്പുഷ്ടമായ ഒരു സ്ഥലം തന്നെയാണ് യുക്രൈൻ. ട്രാൻസ് കർപ്പേത്തിയൻ മേഖലയിലും കരിങ്കടൽ, അസോവ് കടൽ എന്നിവയുടെ തീരത്തുമുള്ള ധാതു ഉറവകൾ വളരെ പ്രസിദ്ധി ആർജിച്ചവയാണ്. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾക്കിടയിൽ ജനസംഖ്യയിൽ 2ാം സ്ഥാനം യുക്രൈനുണ്ട്. അവയുടെ അനുപാത ശതമാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ റഷ്യൻ ആളുകൾ 19%, യഹൂദർ 1%, ബെലോറഷ്യൻസ് ഏകദേശം 0.8%, ബാക്കി വിഭാഗക്കാർ ഏകദേശം 5% മാത്രമാണുള്ളത്. ഗ്രീക്ക്, റുമേനിയൻ, അർമീനിയൻ, ജിപ്സി, ഹംഗേറിയൻ, ടാർട്ടർ, ലിഥുവേനിയൻ, ബാഷ്കേൻ, കസാഖ്, ചുവാഷ് എന്നിങ്ങനെ ന്യൂനപക്ഷങ്ങളെ കൂടി കണക്കിലെടുത്താൽ 100ലേറെ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന മേഖലയാണ് യുക്രൈൻ. ഭാഷാപരമായി നോക്കുമ്പോൾ റിപ്പബ്ലിക്കിലെ ജനങ്ങളിൽ 96% സ്ലാവ് വിഭാഗത്തിൽപ്പെടുന്നുണ്ട്. USSRലെ ഏറ്റവും ജനസാന്ദ്രമായ മേഖലകളിൽ ഒന്നാണ് യുക്രൈൻ. റിപ്പബ്ലിക്കിലെ 55% ജനങ്ങൾ നഗരവാസികളാണ്. 1975 കണക്കനുസരിച്ച് യുക്രൈനിൽ 387 നഗരങ്ങളും 865 പട്ടണങ്ങളും 8592 ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. 100,000-ലേറെ ജനസംഖ്യയുള്ള 40 നഗരങ്ങൾ അവിടെയുണ്ട്. മറ്റ് പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ ഒഡീസ, ഡൊണോടാക്സ്, സാപ്പർഷ്യ, കോവിയാഗ്രോക്ക്, ല്യൂഫ് എന്നിവ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്.